നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേർത്തല ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് നിന്നും നേരെ ചേർത്തല എക്സ്റേ ജംഗ്ഷൻ വരെയുള്ള ചെറിയൊരു അപ്ഡേറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വലിയൊരു അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്കായിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് പെട്ടെന്ന് ചെയ്തിട്ട് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട പണികൾ നടക്കുന്ന ഭാഗത്തെ അപ്ഡേറ്റ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും, ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 22/2/2026 സൺഡേ ഏകദേശം ഇവിടെ എത്തിയപ്പം 11 മണിയായിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ തന്നെ തുറവൂര് മുതൽ ഇവിടെ വരെ ഉള്ളതായിരുന്നു, ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ജംഗ്ഷൻ മുതൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളായിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ്. ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് പണികളൊക്കെ കുറച്ച് നടന്നിട്ടുണ്ട്. താണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈവർഷൻ കൊടുത്തിട്ടുണ്ട്. വലത്തേ സൈഡിലുള്ള സർവീസ് റോഡിൽ വഴിയാണ് എറണാകുളം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത്. വലത്തേ സൈഡിലായിട്ട് ഇതുവരെയായിട്ടും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. അത് വലത്തേ സൈഡിൽ കാണുന്നത് റെയിൽവേയുടെ സ്ഥലമാണ്. അപ്പം റെയിൽവേ അത് ലീസിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. പക്ഷേ അതിന് ഒരു തീരുമാനമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ഉടൻ തന്നെ അല്ലെങ്കിൽ റെയിൽവേയിൽ നിന്നും അതിൻ്റെ അനുമതിയൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ചിലപ്പം അവിടെ വലതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുള്ളൂ. സർവീസ് റോഡ് ഇല്ലെങ്കിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ വരുന്നത് ചിലപ്പം വളരെ കുറവാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അവിടെ ഇനി നമുക്കിപ്പം ഫുട് ഓവർ ബ്രിഡ്ജ് കൊടുത്തെന്ന് പറഞ്ഞാലും വലത്തേ സൈഡിലായിട്ട് ഫുട് ഓവർ ബ്രിഡ്ജ് വരേണ്ടതും അവിടെ റെയിൽവേയുടെ സ്ഥലത്തായിരിക്കും. അപ്പം അതിനും അനുമതി ഇല്ലെങ്കിൽ വീണ്ടും പണിയാവും എന്നാണ് കരുതുന്നത്. അപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലതുഭാഗത്തായിട്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ വാതക്ക ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇടത്തേ സൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ബസ് കയറാൻ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ കുറച്ചും കൂടെ പിന്നെ മുമ്പോട്ട് വരികയാണ്. ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. ടാറിംഗ് വർക്കുകൾ ഇടതുഭാഗത്തായിട്ട് കാണുന്നത് ടാറിംഗ് വർക്കുകൾ പുതിയതായിട്ട് ചെയ്ത് തീർത്ത ഭാഗമാണ് അവിടെ കഴിഞ്ഞ് കിടക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം വലത്തേ സൈഡിൽ നമ്മുടെ പഴയ റോഡ് ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടെ അത്യാവശ്യം നല്ല കറുത്ത കളറിൽ കിടക്കുന്നത് പുതിയതായിട്ട് ടാർ ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വലത്തേ സൈഡിൽ കാണുന്നത്. അതുവഴിയായിരുന്നു പഴയ റോഡ് ഉണ്ടായിരുന്നത്. അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഇടതുഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടപ്പം ഇടത്തേ സൈഡിലായിട്ടായിരുന്നു ടാറിംഗ് വർക്കുകൾ പുതിയതായിട്ട് കഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അതുവഴിയാണ് ഇപ്പം വാഹനങ്ങൾ കൊല്ലം ഡയറക്ഷനിലോട്ടും ആലപ്പുഴ ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ വരെയാണ് നമ്മുടെ അറുവരിപ്പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിംഗ് വർക്കുകൾ ഇവിടെ വരെ കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്തുങ്കൽ ബൈപ്പാസ് റോഡ് കടന്നു പോകുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം അവിടെ വരുമ്പോൾ പിന്നെ ഇവിടെ രണ്ട് സൈഡിലും പിന്നെ ചെറിയ ആറിവാൾ ബ്ലോക്കാണ് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വലതുഭാഗത്തും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് പിന്നെ പഴയ റോഡൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുള്ള പണികളൊക്കെ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അർത്തുങ്കൽ ബൈപ്പാസ് റോഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇനി ഹിൽ ടോപ്പ് ഹോട്ടൽ ഹൈവേ പാലം വരുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ഡൈവേർഷൻ ഉണ്ട്. രാത്രി കാലങ്ങളിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക. നിലവിൽ നമ്മൾ ആ വീഡിയോ എടുത്ത ദിവസം 22/2/2026. അപ്പം ഇനി മാറ്റിയോ എന്നറിയത്തില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവഴി പോവുകയാണെങ്കിൽ ചിലപ്പം മാറ്റിയിട്ടുണ്ടോ എന്നറിയത്തില്ല. വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഡൈവേർഷൻ ഉണ്ട്. കാരണം അവിടെ പകുതിയോളം നമുക്ക് ബോക്സ് കൾവർട്ടിൻ്റെ പണി അവിടെ പകുതിയോളം കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഡൈവർഷൻ ചെറുതായിട്ട് കൊടുത്തു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ എക്സിറ്റ് എൻട്രി പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മൾ അർത്തുങ്കൽ ബൈപ്പാസ് റോഡിൻ്റെ ആ ഒരു അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ അടുത്ത അണ്ടർപാസ് വരുന്നത് ഹൈവേ പാലം അണ്ടർപാസ്സാണ്. അപ്പോൾ അതിനിടയ്ക്കായിട്ട് നമുക്ക് ഇവിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്തായിട്ടാണ് ഒരു എക്സിറ്റ് പോയിൻറ്റും എൻട്രി പോയിൻറ്റും വരുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും നമുക്കിപ്പം നോക്കിയിട്ടിപ്പം സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹൈവേ പാലം വരുന്നത്. ഹൈവേ പാലത്തിൻ്റെ വലത്തേ സൈഡിൽ കൂടിയാണ് താൽക്കാലികമായിട്ട് അവർ അവിടെ മണ്ണടിച്ച് നികത്തിയിട്ട് ഇപ്പം വലതുഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കും പോകേണ്ട വാഹനങ്ങൾ വലതുഭാഗത്തായിട്ട് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പം
വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് ഇതുവഴി പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വളച്ചെടുത്ത് വരുമ്പം ചിലപ്പം ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്കായിട്ട് നമ്മുടെ പഴയ റോഡെല്ലാം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇനി 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിപ്പോൾ ഇടത്തെ ഈ സൈഡിൽ ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഭാഗമൊക്കെ അങ്ങനെ പണിഞ്ഞിട്ടിരിക്കുകയാണ്. നേരെ മുമ്പോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണടിച്ച് നികത്തേണ്ട പണിയാണ് വരാനുള്ളത്. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മളിനി നേരെ പോലീസ് സ്റ്റേഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ഹൈവേ പാലം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് എക്സ്റേ ജംഗ്ഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് പിന്നെ അണ്ടർപാസ് ഉള്ളത്. ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു അണ്ടർപാസ്സാണ്. അപ്പോൾ ഈ ഒരു ഇതിനിടയ്ക്കായിട്ടുള്ള സ്ഥലം പൂർണ്ണമായിട്ടും എനിക്ക് തോന്നിക്കുന്ന നല്ല ഹൈറ്റിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ എറണാകുളം ഡയറക്ഷനിലോട്ട് വരുമ്പം പിന്നെ ഉടൻ തന്നെ ഒരു അണ്ടർപാസ്സാണ്, ഹൈവേ പാലത്തിൻ്റെ അണ്ടർപാസ് വരികയാണ്. അപ്പം അതിനിടയ്ക്കായിട്ട് ഒരു താഴ്ചയോട്ട് പോയിട്ട് പിന്നെ വലുതായിട്ട് കയറ്റത്തിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. മിക്കവാറും അത്യാവശ്യം ആ ഒരു ലെവലിൽ തന്നെ മണ്ണടിച്ച് നികത്തി കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു അപ്ഡേറ്റാണ്. ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എക്സ്റേ ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന ഒരു സ്ഥലം. നമ്മൾ പല വീഡിയോയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഈ ഒരു ഭാഗം മുതൽ, അതായത് ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളിൽ കുറച്ച് ഭാഗമൊക്കെ പണി ഇല്ലാതിരുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മൾ 2 പേര് രാവിലെ ഇറങ്ങി തിരിച്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക.